Good morning, sir. Good morning, Yes. sir. Good morning, sir. Good morning, sir. Yes, Good morning, yes. sir. Sanida, good morning. Nikita, good morning. Taragiri, Achu, Sheniroji, good morning. യെസ്, നമ്മുടെ ടീച്ചറില്ല. അപ്പൊ അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വന്നതാണ്. ഓക്കെ, ഓക്കെ നികിത. യെസ്, ആരാണ് പ്രയർ? ഇന്നലെ അച്ചു ആയിരുന്നില്ലേ? അപ്പൊ ഇന്ന് ശരിക്കും കൊടുക്കാം അല്ലേ? ഓക്കെ സാർ. അല്ല, ഞാൻ പറയുമ്പോ വേറെ എല്ലാവരും പറയൂലോ, അതുകൊണ്ടാ ഞാൻ പറയാന്ന് പറഞ്ഞത്. ഓക്കെ. ഓ, തന്ത്രപരമായ നീക്കമായിരുന്നു അല്ലേ അച്ചു? വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, പറഞ്ഞോളൂ ശരി. Dear God, thank you for this new day. Bless our teachers, our learning, and our friends. Help us be kind, honest, and focused today. Amen. Yes, very good, very good. Be true. Then, signing on. Yes. ഇല്ലെങ്കിൽ Good morning, all of you. I welcome you to our class. We hope for a wonderful class and lesson today to achieve our goal. Once again, I welcome all of you. Wishing you all the best. യെസ്. എന്താണ് രേവതി ദേഷ്യം? ഇത് ചിരിച്ചൊക്കെ പറയൂ. യെസ്, ഓക്കെ. കടയിൽ ഒരാളുണ്ട്, അതാ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ ഗ്യാപ്പിന്റെ ഇടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്തത്. നോ പ്രോബ്ലം. യെസ്, ദെൻ തോട്ട് ഓഫ് ദ ഡേ. Sir, തോട്ട് ഞാൻ പറയാം. യെസ്, ഡെഫിനറ്റ്ലി. Stay optimistic. Every new day offers an opportunity to improve. Yes, be optimistic in your life. ജീവിതത്തിൽ എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകും. നല്ലത് മാത്രമേ സംഭവിക്കും എന്ന് വിചാരിക്കും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇന്ന് നമുക്കൊരു വീഡിയോ കിട്ടിയ ക്ലാസ് ആണ്. യെസ്, കഴിഞ്ഞ ദിവസം ഞാൻ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അജക്റ്റീവിന്റെ യൂസിനെ കുറിച്ച് പറഞ്ഞൊരു സംശയമല്ലോ. കുറച്ച് പ്രസന്റ് പാർട്ടിസിപ്പിളിനെ പോലെ നല്ല ഫ്ലൂവന്റ് ആയിട്ട് നിങ്ങളത് റിട്ടേൺസുകൾ വന്നില്ലേ ഇന്നലെ? അതുകൊണ്ട് ചോദിച്ചാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഗോ ആൻഡ് ഗോൺ, ടേക്ക് ടു ടേക്കൻ. ആ മൂന്നാമത്തെ ഫോം ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അഡ്ജക്റ്റീവ് ചോദിച്ചോട്ടെ? പറയൂ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ വരെ കേട്ടു, ബാക്കി പ്രസന്റ് കണ്ടിന്യൂസ് നമ്മള് പീഡി ചേർത്താണോ വേണ്ടത് സാർ? അല്ലല്ലോ, ING ചേർത്തല്ലേ? ING ചേർത്ത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചത്. ഓക്കെ സാർ. അതായത് നമ്മൾ രണ്ട് ടെൻസിനെ കുറിച്ച് പറഞ്ഞു, പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും. ആ പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും എഴുതണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ചേർക്കണം. കാരണം പ്രസന്റ് കണ്ടിന്യൂസിന്റെ മോഡൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് പ്ലസ് ING ആണ്. പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് ING ആണ്. യെസ്, അപ്പൊ അതുകൊണ്ട് രണ്ടിലും ING വന്നതുകൊണ്ട് പ്രസന്റ് പാർട്ടിസിപ്പിൾ അതിനകത്ത് ചേരും. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവിനകത്തെ അപ്പൊ ഇതാ ബ്രോക്കൺ വേസ് എന്ന് പറയുന്നപ്പോ വേസ് എന്ന നാമത്തെ ആണോ വിശേഷിപ്പിക്കും? ബ്രോക്കൺ ബ്രോക്കൺ വേസ് എന്നല്ല പറയും. വേസ്, WASE, വേസ്, VASE. എന്താ ഉദ്ദേശിച്ചത്?
അപ്പൊ ബ്രേക്ക് എന്ന ക്രിയയല്ലേ അത് വിശേഷിപ്പിക്കുന്ന വൈസ്? അല്ല വൈസിനെ വിശേഷിപ്പിക്കുന്നതാണ് അത് ബ്രോക്കൺ. ഓക്കെ സർ. യെസ്, ഓക്കെ. ക്രിയയെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആഡ്വർബാണ്, അഡ്ജക്റ്റീവ് അല്ല. ഓക്കെ സർ. യെസ്, ക്രിയ. ഇപ്പൊ നല്ലവളായ അച്ചു, ഗുഡ് അച്ചു. ഈ നല്ലവളായ അച്ചു രാവിലെ ചായ കുടിച്ചത് സാവകാശമാണ്. ആ സാവകാശം എന്നുള്ളതാണ് ക്രിയ വിശേഷിച്ചു. എന്ത്? അച്ചു ചെയ്തൊരു പ്രവൃത്തിയാണ്, ചായ കുടിച്ചു. അതിനെ വിശേഷിപ്പിക്കുന്നതാണ്. എങ്ങനെ കുടിച്ചു? സാവകാശം കുടിച്ചു. അത് ആഡ്വർബാണ്. ആഡ്വർബ്. നമ്മളിതുവരെ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തിട്ടില്ല. കേൾക്കണ്ട ജോസ്മി? എന്താ സർ? ട്രാൻസ്ലേഷൻ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക്. തർജ്ജമയാണോ ഉദ്ദേശിക്കുന്നത്? തർജ്ജമ ചെയ്തിട്ടുണ്ടോന്നാ? ചെയ്തിട്ടുണ്ടോ? ആ, ഇതുവരെയുള്ള നമ്മുടെ ക്ലാസ്സിൽ അത് വന്നിട്ടില്ലല്ലോ. ഇല്ല സർ. ഇല്ല. അപ്പൊ ഞാനൊരു മലയാളം ചെറിയ പാരഗ്രാഫ് പറയാം, നിങ്ങൾ അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. ഇഫ് ദർ ഈസ് എ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, മലയാളത്തിൽ എഴുതി വെക്കാം. മലയാളത്തിൽ നിന്ന് ഇപ്പൊ നമുക്കൊരു വീട് കിട്ടിയ ക്ലാസ് അല്ലേ? യെസ്, എഴുതിക്കും. മലയാളത്തിൽ എഴുതിയാൽ മതി. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. എന്റെ സുഹൃത്തിന്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഏതാണ്ട് 100 പേര് ഫംഗ്ഷനിൽ പങ്കെടുത്തു. എന്നോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ആദ്യം ഞാൻ പാടാൻ റെഡിയായിരുന്നില്ല. അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ പാടാമെന്ന് സമ്മതിച്ചു. യേശുദാസ് പാടിയ ഒരു പാട്ട് ഞാൻ പാടി. എല്ലാവരും കൈയടിച്ചു. എനിക്കും വളരെ സന്തോഷമായി. അതുകൊണ്ട് ഞാൻ ഒരു
സംഗീത സ്കൂളിൽ, അതുകൊണ്ട് ഞാൻ ഒരു സംഗീത സ്കൂളിൽ ചേരാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാരഗ്രാഫാണ് നിങ്ങൾ പറയുന്നത്, ഒന്ന് വെയിറ്റ് ചെയ്തോ. നിങ്ങൾക്ക് ഏതെങ്കിലും സംഗീത സ്കൂളിനെ കുറിച്ച്, മ്യൂസിക് സ്കൂൾ, സംഗീത സ്കൂളിനെ കുറിച്ച് അറിയാമോ? ക്വസ്റ്റ്യൻ മാർക്ക്. നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ, നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ ദയവായി എന്നോട് പറയുക. ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഒരു 5-10 സെന്റൻസ് ഒക്കെ ഉള്ളൂ. നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്നു? ഒന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റും. യെസ്, ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകും. നിങ്ങൾ ഇതൊന്ന് നിങ്ങളുടേതായ രീതിയിൽ ചെയ്തു, തെറ്റിക്കോട്ടെ. നമുക്ക് ഓരോരുത്തർക്ക് ഓരോ സെന്റൻസ് വെച്ച് നമുക്ക് പറയിപ്പിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. ഞാൻ ഓരോ സെന്റൻസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. ഞാൻ എല്ലായിടത്തും ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ സെന്റൻസ് ആയിട്ട് അങ്ങോട്ട് മാറ്റി നോക്ക്. കഴിഞ്ഞ് ഒരുപാട് രണ്ട് പേര് കഴിഞ്ഞ് കഴിയുമ്പോൾ പറയാ, നമുക്ക് പിന്നെ അങ്ങോട്ട് ആരംഭിക്കാം. Last Sunday, I attended a birthday function. അല്ലല്ല, കഴിഞ്ഞിട്ടില്ല. ഫുള്ള് കഴിഞ്ഞ? ഇല്ല, ഓരോന്നോരോന്നല്ലേ? അല്ലല്ല, ഫുള്ള് കഴിയണം. നമുക്ക് ഓരോന്നോരോന്ന് പറയിപ്പിക്കാന്ന്. ഓക്കെ, ഫുള്ള് എഴുത്. യെസ്. ഭാവിയിൽ നിങ്ങൾക്ക് ഒരു സ്വാഗത പ്രസംഗവും അതിനോടൊപ്പം തന്നെ ഒരു ആശംസാ പ്രസംഗവും ഒക്കെ എഴുതേണ്ടി വരും. അപ്പൊ ആ സമയത്തുള്ള ഒരു സംഗതിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്നുകൂടിയൊക്കെ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ വിദേശ ഭാഷകളിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതിന്റെ റോയൽറ്റി ഒക്കെ കിട്ടും. വരുമാന മാർഗമാണ്. ഓക്കെ, പറയോ? ഏതാണ് ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞത്? കഴിഞ്ഞാണോ? ഏത്? കഴിഞ്ഞ. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. യെസ്റ്റർഡേ എന്ന് പറയാം. അപ്പൊ ഇന്നലെ ആവും. ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ. യെസ്. ഷൈബ, അത് ഒരു പാരഗ്രാഫാണ്. റെഡിയാണോ ഇത്? റെഡിയല്ലേ? അതെ, എഴുതിക്കോ. എവിടെ നിന്ന് എഴുതിയെന്ന് വെച്ചാൽ അവിടെ പറഞ്ഞാൽ ഇപ്പൊ അവിടെ നിർത്താം. എഴുതിക്കോട്ടെ. ഞാൻ ബാക്കിയുള്ളവർ എഴുതിക്കോളൂ. ഞാൻ ഷൈബക്കൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. യെസ്, എഴുതിക്കോ. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. ഫുൾ സ്റ്റോപ്പ്. എൻ്റെ സുഹൃത്തിന്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ സുഹൃത്തിന്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഫുൾ സ്റ്റോപ്പ്. ഏതാണ്ട് 100 പേര് ഫംഗ്ഷനിൽ പങ്കെടുത്തു. എന്നോട് ഒരു പാട്ട് പാടുവാൻ പറഞ്ഞു.
ഫുൾ സ്റ്റോപ്പ്. ആദ്യം ഞാൻ പാടാൻ റെഡിയായിരുന്നില്ല. അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ പാടാമെന്ന് സമ്മതിച്ചു. യേശുദാസ് പാടിയ ഒരു പാട്ട് ഞാൻ പാടി. ഫുൾ സ്റ്റോപ്പ്. എല്ലാവരും കൈയടിച്ചു. എനിക്കും വളരെ സന്തോഷമായി. ഫുൾ സ്റ്റോപ്പ്. അതുകൊണ്ട് ഞാനൊരു സംഗീത സ്കൂളിൽ ചേരാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഏതെങ്കിലും സംഗീത സ്കൂളിനെ കുറിച്ച് അറിയാമോ? നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ ദയവായി എന്നോട് പറയുക. ഓക്കെ ഷൈബ? Okay, sir.
എന്താണ് രേവതി? സാർ ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. അച്ചു ലെറ്റ്സ് ഡേ സൺഡേ ഇൻ ബർത്ത്ഡേ ഫംഗ്ഷൻ. കഴിഞ്ഞ ഫുള്ള് കഴിഞ്ഞ? ആ യെസ്, ഒന്ന് വെയിറ്റ് മിടുക്കി, വെരി ഗുഡ്. യെസ്, ഒന്ന് വെയിറ്റ് ചെയ്യൂ അച്ചു. ഓക്കെ. ഒരു 1-2 പേരോട് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ തുടങ്ങാം. യെസ്, രേവതിയൊക്കെ ആലോചിച്ച് തലേടെ മോളിൽ പോയി പുക പോണണ്ട. തല പുകഞ്ഞ് ആലോചിക്കണം. ഓക്കെ, രേവതി കഴിഞ്ഞില്ലേ? രേവതി കഴിഞ്ഞാണ്. അപ്പൊ 2 പേര്. ജോസ്മി ഓക്കെ? കുറച്ച് വേഗട്ടെ. നികിത? സാർ കഴിഞ്ഞോണ്ട് ഏ? കുറച്ചും കൂടി ഉണ്ട്. ഒരു 2-3 മിനിറ്റ് കൂടി നമുക്ക് പരിഗണിക്കാം. പറ്റാവുന്ന ചെയ്താൽ മതി. ബാക്കി നമുക്ക് റെഡിയാക്കാം. നികിത കുറച്ചുകൂടി നികിത ഫിനിഷ് ചെയ്യില്ല. ഇപ്പൊ 3 പേര് ഓക്കെ. അച്ചു, രേവതി ആൻഡ് നികിത. രേവതി, മഴയൊക്കെ ഉണ്ടോ അവിടെ? ഭയങ്കര മഴയാ. ഭയങ്കര മഴയാണോ? യെസ്, ഇവിടെ ഇന്നലെ തുടങ്ങിയ മഴയാ, ഇതുവരെ തോർന്നിട്ടില്ല. നല്ല ആൾക്കാരൊക്കെ അവിടെ ഉള്ളത്. മഴ പോലും തോരാത്തത്. നാടെവിടെയാണ് രേവതിയുടെ? ഇടുക്കി തൊടുപുഴ കഴിഞ്ഞ് പോകണം. ഹൈ റേഞ്ചാ. യെസ്, ഇടുക്കി. തൊടുപുഴയിൽ 1 hour കൂടെ. ഗേറ്റ് അവിടെയല്ലേ മറ്റേ ഒരു അച്ഛനും ഭാര്യയും ഭർത്താവും നാരായണനും വിജിയും 2 പിള്ളേരും വെള്ളത്തിൽ ചാടിയത് തൊടുപുഴ അല്ലേ? അത് മൂവാറ്റുപുഴയാണോ അല്ലേ? അത് മൂവാറ്റുപുഴയല്ലേ ഇത്? മൂവാറ്റുപുഴ. ഞാൻ അതിന്റെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോ ഇങ്ങനെ ആലോചിച്ചിട്ട് എത്ര സമയം ആ പുള്ളി മാനസികമായ ഇങ്ങനെ സമ്മർദ്ദത്തിൽ നിന്നിട്ടുണ്ടാവും. ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഒരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അയാൾ കാർ ഓടിച്ചു പോകുമ്പോൾ ഇവരെ കണ്ടു. അപ്പോഴല്ല, പിന്നെ എപ്പോഴും, അതിന് മുമ്പ് എപ്പോഴും. അപ്പൊ അയാള് കാറ് നിർത്തി ഇവരുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്തൊരു പന്തിക്കിടെ ഒന്നും ഇപ്പൊ ഞാൻ കൊണ്ട് നാക്കണോ ചോദിച്ചു. അപ്പൊ അവര് വേണ്ട, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. അപ്പൊ അയാള് വേറെ കയ്യിലിരിക്കുന്ന പൈസ കുറച്ച് കൊടുത്തപ്പോ അയാൾ വാങ്ങിയില്ല. പൈസ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാളത് നിർബന്ധിച്ച് ആ പെങ്കൊച്ചിത് എന്റെ കൈ കൊടുത്തുകൊണ്ട് പോയി. എന്റെ പുള്ളി പറഞ്ഞു, ഞാൻ കുറച്ചേരം മാറി കഴിഞ്ഞപ്പോ അപ്പുറത്തുള്ള ഹോട്ടലിലേക്ക് അവർ പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. യെസ്, നമ്മളെ ചില ആളുകളൊക്കെ എത്ര ദാരിദ്ര്യമാണെങ്കിലും ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു സാധനം. യെസ്, അതിന് നഷ്ടപ്പെടുന്ന ഘട്ടം വന്നാൽ അവര് ഭരിക്കാൻ തീരുമാനിക്കും. യെസ്, ഓക്കെ. അപ്പൊ ഒരുമാരൊക്കെ കഴിഞ്ഞ് കണ്ടെന്ന് വിശ്വസിക്കുന്നു. ജോസ്മി, ഫസ്റ്റ് സെന്റൻസ് ജോസ്മി പറയാ. മലയാളം ഞാൻ വായിക്കട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു. ലാസ്റ്റ് വീക്ക് സൺഡേ ഐ ആം അറ്റൻഡഡ് ദ ബർത്ത്ഡേ ഫംഗ്ഷൻ. ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ചെറിയതായിട്ട് നമുക്ക് പറയാം. ലാസ്റ്റ് വീക്ക് സൺഡേ എന്നുള്ളതിന് പകരം ആ വീക്ക് അങ്ങനെ നമുക്ക് കളയാം. ലാസ്റ്റ് സൺഡേ അപ്പൊ മതി കേട്ടോ. അപ്പൊ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് മൺഡേ, കഴിഞ്ഞ തിങ്കളാഴ്ചയായി. അപ്പൊ ലാസ്റ്റ് വീക്ക് വേണ്ട. ഇനി അവിടെ സൺഡേ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ലാസ്റ്റ് വീക്ക് പറയാൻ പറ്റും. അപ്പൊ കഴിഞ്ഞ ആഴ്ച. അപ്പൊ ലാസ്റ്റ് സൺഡേ ഞാൻ പങ്കെടുത്തു. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. അത് ആ ക്രമത്തിൽ എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ശരിയാണ്. ഞാൻ പങ്കെടുത്തു. പറയൂ. അതെ, ഏത് ദിവസാന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മള് വീക്ക് വെക്കരുതെന്ന്, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. സബ്ജക്ട് അതന്നെ. ഓക്കെ. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഞാൻ ചായ കുടിച്ചു എന്നാണ് എഴുതുള്ളൂ. ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഞാൻ കുടിച്ചു ചായ. മലയാളത്തിലാണ് ചായ ആദ്യം രണ്ടാമത് വരുന്നത്. ഇംഗ്ലീഷ് വരുമ്പോ രേവതി പുത്തനക്കണ്ടലത്ത് ക്ലാസ്സിൽ പോയില്ലേ? ഇന്ന് അവധിയല്ലേ, സെന്റ് തോമസ് ഡേ. ദുഃഖറാന അല്ലേ? യെസ്, ഓക്കെ. വെരി ഗുഡ്. ഹായ് ബ്രോ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് പറയാം ലാസ്റ്റ് വീക്ക്. ഇനി ഞാൻ പങ്കെടുത്തു. 2-3 വാക്ക് പറയാം. പാർട്ടിസിപ്പേറ്റഡ് എന്ന് പറയാം,
അല്ലെങ്കിൽ അറ്റൻഡഡ് എന്ന് പറയും. രണ്ട് ശരിയാണ്. ഐ അറ്റൻഡഡ്. എന്തിൽ പങ്കെടുത്തു അത് മൂന്നാമത് പറയണം. എന്താണ്? എ ബർത്ത്ഡേ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ലാസ്റ്റ് വീക്ക് ഐ അറ്റൻഡഡ് എ ബർത്ത്ഡേ ഫംഗ്ഷൻ. ഇത് തന്നെ വേറെ ഇതിന് പറയാട്ടോ. എങ്ങനെ പറയാം? ആ ലാസ്റ്റ് വീക്ക് നമുക്ക് ലാസ്റ്റ് പറഞ്ഞാലും മതി. ഐ അറ്റൻഡഡ് എ ബർത്ത്ഡേ ഫംഗ്ഷൻ ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാലും ശരിയാണ്. സംശയമുള്ളവർ ചോദിച്ചോളാം, നമുക്ക് വെച്ച് കറക്റ്റ് ചെയ്യാം. സൺഡേ ഇവിടെ എടുത്ത് പറയുന്നില്ലേ? ലാസ്റ്റ് സൺഡേ. ഓക്കെ, ഞാൻ ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, സോറി, ലാസ്റ്റ് സൺഡേ. രണ്ടാമത്തത് എവിടെ പറയാ? എന്റെ സുഹൃത്തിന്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. The birthday function was my friend's daughter's. ഒന്നുകൂടി നമുക്ക് ശരിയാക്കാം. ഓക്കെ, രേവതി അവിടെ നിന്ന് നോക്കുമ്പോ മഴ പെയ്യുന്ന കാര്യം. അപ്പോ മഴ പെയ്യാണല്ലോ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. It's raining എന്നാണോ? അവിടെ ഇറ്റ് കയറി വന്നില്ലേ? ഇറ്റ് ഈസ് റെയിനിങ്. കറക്റ്റ് ആണ്. ആ സാധനം കൂടെ കയറി വരും. എടാ, ഇറ്റ് വാസ് ദ ബർത്ത്ഡേ. എടാ, ഇതൊരു ബർത്ത്ഡേ ആയിരുന്നു. ആ ഇറ്റ് അവിടെ അറിയാണ്ട് കയറി വന്നല്ല. മഴ പെയ്യുന്ന കണ്ടപ്പോ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് റെയിനിങ്. എടാ, ആ ഇറ്റ് അവിടെ കയറി വന്നില്ല. ആ ഇറ്റ് ഇവിടെ വരും. ഇറ്റ് വാസ് ബർത്ത്ഡേ എന്ന് വെച്ചാല് ഇതൊരു ബർത്ത്ഡേ ആയിരുന്നു. ഇനി എന്ത്, എങ്ങനെ, ആരുടെ എന്നുള്ളത് അത് കണ്ടു പറയാം. ഇറ്റ് വാസ് ദ ബർത്ത്ഡേ ഓഫ് മൈ ഫ്രണ്ട്സ്. അപ്പോസ്ട്രോഫി സുഹൃത്തിന്റെ ഡോട്ടർ, മകളുടെ. ഇറ്റ് വാസ് ദ ബർത്ത്ഡേ ഓഫ് മൈ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് മീൻസ് അപ്പോസ്ട്രോഫി. ഫ്രണ്ട്സ് ഡോട്ടർ, DAUGHTR. അടുത്ത വഴി അച്യുനാണ്. ഏതാണ്ട് 100 പേര് ഫംഗ്ഷനിൽ പങ്കെടുത്തു. സാർ ഏതാണ്ടെന്നുള്ള ഇംഗ്ലീഷ് മീനിങ് എന്നാ? അച്ചു കേട്ടില്ല. ഞാൻ പറയാം സാർ. ബർത്ത്ഡേ ഫംഗ്ഷൻ അറ്റ് 100 people. യെസ്, ബർത്ത്ഡേ ഫംഗ്ഷൻ അറ്റ് 100 people. അത് നമുക്ക് ഒന്നുകൂടി എഡിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് പറയാം 100 പേര് പങ്കെടുത്തു. 100 പേര് എന്നുള്ളതിന് ഇപ്പൊ 100 persons, 100 വ്യക്തികൾ പങ്കെടുത്തു. പാർട്ടിസിപ്പേറ്റഡ് അല്ലെങ്കിൽ അറ്റൻഡഡ്. എന്തിൽ പങ്കെടുത്തു? ബർത്ത്ഡേ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് പറയാം 100 persons participated in the birthday function. 100 persons participated in the birthday function. പക്ഷെ ഇതിന്റെ മുമ്പില് വേറൊരു സംഗതി കിടക്കുന്നത്. ആ സംഗതി കിടക്കുന്നത് എന്താണ്? ഏതാണ്? നിയർ ബൈ ആണ്. നിയർ ബൈ എന്ന് പറയുമ്പോ അത് ഡിസ്റ്റൻസ് കാണിക്കൂലേ? ഏതാണ്ട് അടുത്താണെന്ന് പറയില്ലേ? അതുപോലെ നിയർ ബൈ. ഡിസ്റ്റൻസ് ആണെങ്കിൽ കറക്റ്റ് ആണ്. ഇപ്പോ ചോദിക്കണ് പോസ്റ്റ് ഓഫീസ് എവിടെയാന്ന് ലേബിൾ ചോദിക്കുമ്പോ അച്ഛൻ പറയുന്നു നിയർ ബൈ ദ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് അല്ല, നിയർ ബൈ. ഇവിടെ നമുക്ക് 2-3 വാക്കുകളുണ്ട്. ഒരെണ്ണം വേണമെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു വേർഡ് കറക്റ്റ് ആണ്. ഏതാണ്ട് എന്നുള്ള എന്താണ്? അപ്രോക്സിമേറ്റ്ലി. നമ്മളിപ്പോ ആരോടെങ്കിലും എത്ര രൂപ ചെലവ് വരും, അപ്പൊ അവര് അത് കണക്കൂട്ടിയൊക്കെ നോക്കാം. എന്നാലും ഒരു ഉദ്ദേശം പറയുന്നത് അപ്രോക്സിമേറ്റ് എത്രയാവും, ശരി ഏതാണ്ട് എത്രയാവും, ഞങ്ങൾക്കൊരു ബഡ്ജറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാറില്ലേ. ഇത് അപ്രോക്സിമേറ്റ്ലി. അപ്പൊ ഒന്ന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന വേറൊരു വാക്കുണ്ട്, എബൌട്ട്. എബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പറയുന്നത് പറ്റി, എബൌട്ട് യു, നിങ്ങളെ പറ്റി, എബൌട്ട് ദം, അവരെ കുറിച്ച്. എബൌട്ടിന്റെ അർത്ഥം ഏതാണ്ടെന്നും കൂടെ അർത്ഥമുണ്ട്. അപ്പോ ഡൈനിങ് റൂമിൽ നിന്നിട്ട് ഭർത്താവ് വിളിച്ചു ചോദിക്കാണ്, കറി റെഡിയായോ? അപ്പൊ അകത്ത് നിൽക്കുന്ന ലിഖിതയ്ക്ക് വേണമെങ്കിൽ പറയാം എബൌട്ട് ഫിനിഷ്. ഫിനിഷ് ആവാറായി. കണ്ട, ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഫിനിഷായി. എബൌട്ട് ടു ഫിനിഷ് എന്ന് പറയുമ്പോൾ ഫിനിഷ് ആയിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. ആ കടുകും കൂടി എൻ്റെ അത് പൊട്ടിച്ചിടണം. നിസ്സാരം എന്തെങ്കിലും പ്രയാസം വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആ 100ന്റെ മുന്നിൽ ഒരു അപ്രോക്സിമേറ്റ്ലിന്നോ
അല്ലെങ്കിൽ എബൌട്ട് എന്ന് ചേർക്കാം. അപ്പൊ എന്ത് വരും കറക്റ്റ്? അപ്രോക്സിമേറ്റ്ലി 100 persons participated in the birthday function. അല്ലെങ്കിൽ about 100 persons participated in the birthday function. Yes, Nikita Raj. സാറേ എന്നോട് പറയൂ. about 100 people came to the function അങ്ങനെ പറ്റും. അപ്പൊ സംഗതി കുഴപ്പമൊന്നുമില്ല. അപ്പൊ 100 പേര് വന്നു എന്നായി, കുഴപ്പമില്ല. യെസ്, കെയും അറ്റൻഡന്റ് എന്നുള്ളതിന് പകരം കെയും എന്നാക്കി. നികിത, അടുത്തത് നികിതക്കാണ്. എന്നോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. They asked to me sing a song. ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് നികിത ഇത് ഫില്ല് ചെയ്തേക്കുന്നത്. അവർ എന്നോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. തമ്മില് വരുമ്പോ ഈ സാധനം കറക്റ്റാണ്. ഞാൻ ഇതിനകത്ത് മനഃപൂർവ്വം അവർന്ന് ചേർക്കാറ്റിരുന്നതാണ്. അപ്പൊ വേറൊരു സാധനം കയറി വരുന്നവിടെ, മനസ്സിലായേ? അതായത് അവർ പറഞ്ഞിരുന്നു, ഞാൻ മനഃപൂർവ്വം അവർന്നും കൂടി ഇതിനകത്ത് ഉണ്ടെങ്കിൽ നികിത പറഞ്ഞത് കറക്റ്റ്. അവർ എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നികിത പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ ആ അവർക്കുള്ള വാക്ക് മനഃപൂർവ്വം ചേർക്കാറ്റിരുന്നതാണ്. എന്നോട് പാട്ട് പാടാൻ പറഞ്ഞു. സാർ പറഞ്ഞതിൽ അവർ ഉണ്ടല്ലോ. എന്നോട് അവർ നിർബന്ധിച്ചപ്പോൾ. അല്ല, അത് രണ്ടാമത്തെ സെന്റൻസ് അങ്ങനെ ആയിട്ടില്ല. അതിന്റെ മുകളിൽ അതിന്റെ എന്നോട് ഒരു മുകളിൽ പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ അവർന്ന് മനഃപൂർവ്വം ചേർക്കാനിരുന്നതാണ്. അതെങ്ങനെ? അപ്പൊ വേറൊരു സാധനം അത് കയറി വരും. അതാണ് നമ്മൾ പഠിക്കാത്ത സാധനമാണ്. ഓക്കെ, എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരും? അവർന്നൊന്ന് ഒഴിവാക്കി പറഞ്ഞു നോക്കിയാൽ എനിക്കിതാ എന്നോട് ഒരു പാട്ട് പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് അഭിപ്രായം പറയാം. പറഞ്ഞോളൂ താരാഗിരി. I was asked to sing a song. വെരി ഗുഡ്. എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞു. കറക്റ്റ് ആണ്. വെരി ഗുഡ്. അതായത് ഇവിടെ ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു ഐ ആസ്ക്ഡ് ടു സിംഗ് എ സോങ് എന്ന്. അപ്പൊ എന്ത് അർത്ഥം? ഞാൻ പാട്ട് പാടാൻ പറഞ്ഞു എന്നാവും. ഞാനല്ല പാട്ട് പാടാൻ പറഞ്ഞത്, എന്നോടാണ് പാട്ട് പാടാൻ പറഞ്ഞത്. അപ്പൊ എന്ത് വരും? അതിന്റെ പാസീവ് വോയിസ് വരും. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഐ വാസ് ആസ്ക്ഡ്. ഐ വാസ് ആസ്ക്ഡ് ടു സിംഗ് എ സോങ്. ദിസ് ഇസ് കറക്റ്റ് വൺ. ഐ വാസ് പാസീവ് വോയിസ് നമുക്ക് ഡീറ്റെയിൽ പറയാം. കറക്റ്റ് അതാണ്. ഐ വാസ് ആസ്ക്ഡ് ടു സിംഗ് എ സോങ്. എന്നോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഐ വാസ് ആസ്ക്ഡ്. ഇനി അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ബൈ ദം ചേർക്കാം. യെസ്, ചേർത്തിനെങ്കിലും കുഴപ്പമില്ല. ഐ വാസ് ആസ്ക്ഡ് നമ്മൾ പറയാറില്ലേ, രാമൻ പാമ്പിനെ കൊന്നു, പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ അവരാൽ എന്നോട് പറയപ്പെട്ടു. ഐ വാസ് ആസ്ക്ഡ് ടു സിംഗ് എ സോങ്. എന്നോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഓക്കെ താരാഗിരി, നന്നായിട്ടുണ്ട്. യെസ്, ആദ്യം ഞാൻ പാടാൻ റെഡി ആയിരുന്നില്ല. താരാഗിരി എന്നെ പറഞ്ഞു. ശരിയാണെന്ന് അറിയത്തില്ല. ഫസ്റ്റ് ഐ വാസ് നോട്ട് റെഡി ടു സിംഗ്. യെസ്, അപ്പൊ ആ ഫസ്റ്റ് എന്നുള്ളതിന് ഒരു പ്രിപ്പോസിഷൻ കൂടി ചേർക്കാം. അറ്റ് ഫസ്റ്റ്. ഫസ്റ്റ് ഐ വാസ് നോട്ട് റെഡി. ഞാൻ റെഡി ആയിരുന്നില്ല ടു സിംഗ്, പാടുവാൻ. ജമ്പ് ഓടുക, ടു ജമ്പ് ചാടുവാൻ. വാക്ക് നടക്കുക, ടു വാക്ക് നടക്കുവാൻ. റീഡ് വായിക്കുക, ടു റീഡ് വായിക്കുവാൻ. ഈ വാൻ എന്ന് കയറി വരും, വെർബിന്റെ മുന്നിൽ ടു വരും. അപ്പോ ഞാൻ റെഡി ആയിരുന്നില്ല, ഐ വാസ് നോട്ട് റെഡി. എന്തിനു റെഡി ആയിരുന്നില്ല? ടു സിംഗ്, പാടുവാൻ. അതിന്റെ തൊട്ട് ഏറ്റവും മുന്നിൽ അറ്റ് ഫസ്റ്റ് കൂടി ചേർക്കാം. അറ്റ് ഫസ്റ്റ് ഐ വാസ് നോട്ട് റെഡി ടു സിംഗ്. രാംസി, അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ പാടാമെന്ന് സമ്മതിച്ചു. When they forced, I agreed to sing. വെരി ഗുഡ്. വെൻ ദേ ഫോഴ്സ്ഡ്. ഈ ഫോഴ്സ്ഡ് തന്നെ വേണമെന്നില്ല, വേറെ വാക്കുകളൊക്കെ ഉണ്ട്. കമ്പൽഡ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അവർ നിർബന്ധിച്ചു. പറയുക. അറ്റ് ഫസ്റ്റ് ഐ വാസ് നോട്ട് റെഡി ടു സിംഗ്. SING.
അവർ നിർബന്ധിച്ചപ്പോൾ, നമ്മൾ ആദ്യം അത് പറയുന്നത് അവർ നിർബന്ധിച്ചപ്പോൾ, അവർ എന്ന് പറയുന്നത് നിർബന്ധിച്ച് കഴിഞ്ഞല്ല അല്ല പറയുന്നത് നിർബന്ധിച്ചപ്പോൾ ആണ്. അപ്പൊ പാസ്റ്റ് ടെൻസ് കമ്പൽഡ്. പോൾ എന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു വെൻ ചേർക്കണം ആദ്യം. വെൻ ദേ കമ്പൽഡ് അല്ലെങ്കിൽ വെൻ ദേ ഫോഴ്സ്ഡ് നിർബന്ധിച്ചപ്പോൾ. ഞാൻ സമ്മതിച്ചു. ഐ എഗ്രീഡ്. എന്തിന് സമ്മതിച്ചു? ടു സിംഗ് പാടാൻ സമ്മതിച്ചു. ഐ എഗ്രീഡ് ടു സിംഗ്. സൈബ, യേശുദാസ് പാടിയ ഒരു പാട്ട് ഞാൻ പാടി. സൈബ സാർ ആദ്യം ഞാൻ പറയട്ടെ. എന്നാ പറഞ്ഞോ. Everyone clapped when sang a song. യേശുദാസ് പാടിയ ഒരു പാട്ട് പാടി. അതാണ്, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നത്. ഷൈബ വന്നിട്ടുണ്ട്. അപ്പൊ ഷൈബ പറയട്ടെ. ഷൈബ പറഞ്ഞോളൂ. I am a song sang Yeshudas. യെസ്, സംഗതി അരിത്തി കൂടി പാട്ടുണ്ട്. 10 മാർക്ക് കിട്ടും, പേടിക്കണ്ട. അപ്പൊ ആദ്യം പറയാ, ഞാൻ പാടി. ഐ സിംഗ് എന്നുള്ളതിന്റെ പാസ്റ്റ് ആണ് സാങ്. ഐ സാങ്, ഞാൻ പാടി. എന്തു പാടി? അത് മൂന്നാമത് എ സോങ്. ഐ സാങ് എ സോങ് എന്ന് പറഞ്ഞാല് ഞാൻ ഒരു പാട്ട് പാടി. എങ്ങനെയുള്ള പാട്ട്? യേശുദാസ് പാടിയതായ സങ് ബൈ. സംഗതിയിൽ സിംഗ് എന്നുള്ളതിനെ പാസ്റ്റ് പാടിച്ചപ്പോൾ SUNG, സങ് ബൈ യേശുദാസ്. അപ്പൊ കറക്റ്റ് അതാണ്. ഐ സാങ് എ സോങ്, ഞാൻ പാട്ട് പാടി. സങ് ബൈ പാടിയതായ ആര്? സങ് ബൈ യേശുദാസ്. ഓക്കെ. സരിത, എല്ലാവരും കൈയടിച്ചു. സിമ്പിളാണ്. Everyone clapped. യെസ്, വെരി ഗുഡ്. ഭാഗ്യം, വളരെ എളുപ്പമുള്ള കിട്ടി. എവരിബഡി ക്ലാപ്പ്, എല്ലാവരും കൈയടിച്ചു. എവരിബഡി ക്ലാപ്പ്, കറക്റ്റ്. ശരി റോജി, എനിക്കും വളരെ സന്തോഷമായി. I am very happy for that. യെസ്. അപ്പോ ഇത് കഴിഞ്ഞു പോയ സംഭവമല്ലേ. അപ്പൊ നമുക്ക് ആം വേണ്ട, വാസ് ചേർത്താൽ മതി. സന്തോഷം ഇപ്പോഴല്ല, നേരത്തെ ആയതല്ലേ. അപ്പൊ ആ ആമിന് പകരം വാസ് ചേർത്ത് ഐ വാസ് വെരി ഹാപ്പി അല്ലെ, അല്ലെങ്കിൽ ഐ ഫെൽറ്റ് ഹാപ്പിനെസ്, എനിക്ക് സന്തോഷം തോന്നി, എന്ത് പറയുന്നത്. യെസ്, ഐ വാസ് വെരി ഹാപ്പി. ശരി റോജി, അതുകൊണ്ട് ഞാൻ ഒരു സംഗീത ക്ലാസ്സിൽ ചേരാൻ തീരുമാനിച്ചു. സംഗീത സ്കൂളിൽ ചേരാൻ തീരുമാനിച്ചു. Because I am joined to a music school. യെസ്, ബിക്കോസ് തൊടുക്കത്തിൽ അങ്ങടായി പോയി. അപ്പൊ അവിടെ നമുക്ക് ചെറിയൊരു എഡിറ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ മാത്തമാറ്റിക്സ് എന്നുമ്പോൾ ഒരു 3 കുത്തിടൂല്ലേ എല്ലാവർക്കും, ആ സാധനം കൊടുത്താൽ മതി. ബിക്കോസ് ഓഫ് എന്ന് പറഞ്ഞാൽ ആരംഭിക്കാം, കുഴപ്പമില്ല. ബിക്കോസ് ഓഫ്, ബിക്കോസ് എന്ന് പറഞ്ഞാൽ മാത്രം ആരംഭിക്കില്ല. ഇപ്പൊ നമുക്ക് പറയാം therefore എന്ന് പറയാം, അല്ലെങ്കിൽ വേറെ പറയാം സോ, സോ. അതുകൊണ്ട് കോമ ഞാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ്, DECID. എന്ത് തീരുമാനിച്ചു പിന്നീട് പറയാം. ചേരുവാൻ തീരുമാനിച്ചു. ടു ജോയിൻ, എവിടെ ചേരുവാൻ? ഇൻ എ മ്യൂസിക് സ്കൂൾ. സോ ഐ ഡിസൈഡഡ് ടു ജോയിൻ എ മ്യൂസിക് സ്കൂൾ. ഒരു മ്യൂസിക് സ്കൂളിൽ ചേരുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയൊക്കെ ബിക്കോസ് കാരണം എന്നാണ് അത് വരും. പക്ഷെ തുടക്കത്തിലായതുകൊണ്ട് അത് വന്നു വരുമ്പോ ഒരു കല്ല് കടിക്കുന്ന പോലെ തോന്നി. യെസ്. ഓക്കെ, ശരി. ജോസ്മി, വീണ്ടും ജോസ്മിയോട് പറയണം, നിങ്ങൾക്ക് ഏതെങ്കിലും സംഗീത സ്കൂളിനെ കുറിച്ച് അറിയാമോ? ആദ്യം ഞാൻ ചോദിക്കാം, നിങ്ങൾക്കറിയാമോ? എന്തറിയാമോ? ചോദിക്കാം. സർ, you know about a school nearby. അങ്ങനെയാണോ? സംഗതി കറക്റ്റ് ആണ്, ഏതാണ്ടൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ജോസ്മി പറഞ്ഞാൽ ശരിയാവും. നമ്മളിപ്പോ ഒരാളോട് വെറുതെ മുഖത്തോട് മുഖത്ത് നോക്കി സംസാരിക്കുകയാണെങ്കിൽ യൂനോ എന്ന് പറഞ്ഞാൽ മതി. അതൊരു ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ ഒരു എഴുതുമ്പോൾ നമ്മൾ ഡു യു കൂടി ചേർക്കാം. ഡു യു നോ, നിങ്ങൾക്കറിയാമോ? ഡു യു നോ, അതാണ് കറക്റ്റ്. ഇപ്പൊ ഒരാളോട് നേരിട്ട് സംസാരിക്കും യുനോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ അങ്ങനെ പറയാം.
അപ്പോ ഡു യു നോ, നിങ്ങൾക്കറിയാമോ. എന്താണ് അറിയാമോന്നെങ്കിലും അടുത്ത് പറയാം. എബൌട്ട്, കുറിച്ച്, ഇതിനെ കുറിച്ച്. എനി മ്യൂസിക് സ്കൂൾ, ഏതെങ്കിലും മ്യൂസിക് സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ. ഡു യു നോ എബൌട്ട് എനി മ്യൂസിക് സ്കൂൾ, ഏതെങ്കിലും മ്യൂസിക് സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ. രേവതി, അടുത്തത്. നിങ്ങളുടെ ഉത്തരം യേസ് എന്നാണെങ്കിൽ ദയവായി എന്നോട് പറയാം. If your answer is yes, tell me about the school details. യെസ്, കുറച്ചുകൂടി ഒരു വിശാലമായിട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല. സെൻസ് കറക്റ്റ് ആണ്. അതൊക്കെ പറയാം, ചുരുക്കി പറയാം. ആദ്യം രേവതി പറഞ്ഞ കറക്റ്റ് ആണ്. ഇഫ് യുവർ ആൻസർ ഈസ് യെസ്, നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ, ആ ഇല്ലിൽ അവസാനിക്കില്ലേ. നേരത്തെ എൽ അവസാനിച്ചപ്പോൾ നമ്മൾ വെൻ ചേർത്തു, ഇല്ലിൽ അവസാനിക്കുകയാണെങ്കിൽ ഇഫ് ചേർക്കണം. ഇഫ് യുവർ ആൻസർ ഈസ് യെസ്, നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ ദയവായി എന്നോട് പറയാമെന്നുള്ളൂ. പ്ലീസ് ടെൽ മീ. ആ ദയവായിക്ക് ആ ചേർത്തില്ല, രേവതി ആ ഒരു വാക്ക് വിട്ടുപോയി. പ്ലീസ് ടെൽ മീ. രേവതി ഇതിനൊക്കെ കറക്റ്റ് ഉണ്ടോ, തെറ്റൊന്നുമില്ല. രേവതി പറഞ്ഞത് നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാമെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണം എന്നോട് പറയാമെന്ന് ആക്കിയത് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും. പ്ലീസ് ടെൽ മീ. യെസ്. അപ്പോ നിങ്ങൾ എഴുതിയതും ഇപ്പൊ നിങ്ങൾ കറക്റ്റ് ചെയ്ത് എഴുതിയതും അങ്ങോട്ടൊന്ന് നോക്കാം. നോക്കി കഴിയുമ്പോൾ എന്ത് തോന്നുന്നു? ആത്മവിശ്വാസം തോന്നുന്നുണ്ട? ആ, കുഴപ്പമൊന്നുമില്ല, ശരിയാക്കി എടുക്കാം. ആ, ഓക്കെ, ശരിക്കും ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട് അല്ലെ? റെഡിയാക്കി എടുക്കാം. ഇതുവരെ നമ്മൾ ഓക്കെ സരിതക്കും തോന്നുന്നുണ്ട്, ഓക്കെ റെഡിയാക്കി എടുക്കാം. നർമ്മദക്കും തോന്നി അല്ലെ? യെസ്, അത് വേണ്ടി വരും. പിന്നെ നീ അത് എഴുതിക്കൊണ്ട് വേണം, ഞാനത് ഇംഗ്ലീഷിലോട്ട് ആക്കി തരാനൊക്കെ പിള്ളേരോട് പറയാം. ചെയ്യാൻ നിനക്കെന്താ വേണ്ട? സ്വഭാവ പ്രസംഗം നീ അവിടെ എഴുതിക്കൊണ്ട് പോകാൻ മലയാളത്തിൽ, ഞാനത് ഇംഗ്ലീഷിലോട്ട് ആക്കി തരാം. അപ്പൊ തന്നെ ടീച്ചറിന്റെ ലെവൽ മാറും. ഓ, നമ്മളത് മലയാളത്തിൽ എഴുതി കൊടുത്താൽ ടീച്ചർ അപ്പം തന്നെ ഇംഗ്ലീഷിലോട്ട് ആക്കി തരും. പിന്നെ അത് പറഞ്ഞാൽ പോരെ നമ്മൾ ചെയ്യാനും. യെസ്, നമുക്ക് നമ്മളെ കുറിച്ചും ഒരു അവയർനെസ് കിട്ടാൻ വിളിച്ചതാണ്. ഓക്കെ, ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾ വിജയിക്കുകയും ഞാൻ പരാജയപ്പെടുകയും ചെയ്യും. പോരെ? യെസ്, ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഒട്ടും ശരിയാക്കുന്നത്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കണ്ട. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് നമ്മൾ തുടരോട്ടെ, ഇനിയുണ്ട് കുറെ അധികങ്ങളുണ്ട്. ഇനി അങ്ങനെ ചെല്ലുമ്പോൾ ഈ പാരഗ്രാഫിന്റെ ലെങ്ത് കൂട്ടാം. ഇപ്പൊ ഇതിനകത്തെ സെന്റൻസിലെ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലുണ്ടാവും, അങ്ങനെ കൂടി വരും. പിന്നെ 2 പേജൊക്കെ നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യും. യെസ്, അപ്പൊ 2 പേജ് കൊണ്ടൊക്കെ ഒരു പേജ് കൂടെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പറയും, പണ്ട് ജോബ് സാറിന്റെ ക്ലാസ്സിൽ 2 പേജ് ചെയ്ത് എന്നോടാണോ ഈ ഒരു പേജ് കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തുന്നത് എന്ന് ചോദിക്കും. ഓക്കെ, യെസ്. അപ്പൊ നമുക്കൊരു 10 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇന്ന് നമുക്ക് വീട് കിട്ടിയ ക്ലാസ് ആണ്. ഞാൻ ചോദിക്കുന്ന എല്ലാ സ്ഥലത്തും ഒരു ഡാഷ് ഉണ്ടാവും. ആ ഡാഷ് നിങ്ങളൊന്ന് ഫില്ല് ചെയ്താൽ മതി. ഫില്ല് ചെയ്യുമ്പോൾ അതിന്റെ ആദ്യത്തെ ലെറ്റർ എസ് എന്നായിരിക്കണം. എസ്. ആ, ഓക്കെ, ശരി. എസ് 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 എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും സേവ്, SAVE, സേവ്. ഓക്കെ, ആദ്യം ഞാനൊരു സിമ്പിളായ കാര്യം പറയാം. എന്ന് പറയുന്നത് രേവതി ടൈപ്പ് ചെയ്താൽ പോരെ? യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ ശരി, ഒന്ന് ശ്രദ്ധിച്ചോളേ. ആദ്യത്തെ 3 പേര് ഞാൻ നോക്കിക്കോളാം, ചിലപ്പോ എന്നാലും എന്റെ കൺട്രോളിൽ വരാതെ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളേ. യെസ്, യെസ് പറയട്ടെ. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഡാഷ്. താര, ശനി, രേവതി. താര, ശനി and രേവതി. Yes, it's the correct answer. The answer is south. ഞാൻ ആദ്യത്തെ ഒരു സിമ്പിൾ ഒന്ന് ഇട്ടാണ് കേട്ടോ. യെസ്, കാരണം എന്താണെന്ന് വെച്ചാല്
ചോദ്യത്തിന്റെ സ്റ്റൈൽ ഒന്ന് പിടിക്കിട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സിമ്പിൾ പറഞ്ഞു. ഓക്കെ, എന്ന് വെച്ചാൽ അടുത്ത ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. യെസ്, പറയാം. വർക്ക്, കോമ, പ്ലേ, കോമ, ഈറ്റ്, കോമ, ഡാഷ്. ശനി, രാംസി, താര. ശനി, രാംസി ആൻഡ് താര. കറക്റ്റ് ആൻസർ സ്ലീപ്പാണ്. കാരണം എല്ലാം ഡെയിലി ആക്ടിവിറ്റീസ് ആണ്. ഏത്? വർക്ക് ചെയ്യുക, കളിക്കുക, തിന്നുക, ഉറങ്ങുക, ഡെയിലി ആക്ടിവിറ്റീസ് ആണ്, എല്ലാം ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്. റോസ്, കോമ, ലില്ലി, കോമ, ടുലിപ്പ്, കോമ, ഡാഷ്. ഓ, നികിതക്കും രേവതിക്കും മുകളിൽ ആരായിരുന്നു? നികിത രേവതിയുടെ മുകളിൽ ശനി. ആ, ശനി. ഓക്കെ, കറക്റ്റ് ആൻസർ. ദ ആൻസർ ഈസ് സൺഫ്ലവർ. വേറെയും ചില ഉത്തരങ്ങളൊക്കെ ഉണ്ടായിരിക്കോട്ടെ. യെസ്, അടുത്തത്. എർത്ത്, കോമ, മാർസ്, MARS, മാർസ്, കോമ, ജൂപ്പിറ്റർ, കോമ, ഡാഷ്. അതല്ല ശരി സനിത, ആ ഗ്രൂപ്പായിട്ട് യോജിച്ചു പോണം. സാർ നെപ്റ്റ്യൂൺ. അപ്പൊ എന്നായി പോയില്ല ഇത്? സാറ്റേൺ. എസ്റ്റിൽ തോന്നി. രാംസി, ഷൈബ, എസ്. കറക്റ്റാണ്, സാറ്റേൺ. സാർ ഞാൻ പറഞ്ഞു. രാംസി, ഷൈബ. ഓക്കെ ഓക്കെ ഓക്കെ, രേവതിന്ന് അല്ലേ? രേവതി ഇത്. യെസ്, അച്ചു ടൈപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ അത് കേട്ടിട്ട് ആൾക്കാർ പറയും. ഓക്കെ, സ്പീഡ് കുറവാ, പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ആ, ഓക്കെ ഓക്കെ, അത് അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്ത ആളുകൾ അത് കേട്ടിട്ടില്ലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത പറയാം. സിമ്പിൾ ആണ്. നിങ്ങൾ ചോദിക്കും, ഓ ഇത് ഞങ്ങൾ കളിയാക്കാനാണെന്ന് ചോദിക്കും അല്ലേ? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഡാഷ്. ശനി, ജോസ്മി, രേവതി. ശനി, ജോസ്മി ആൻഡ് രേവതി. കറക്റ്റ് ആൻസർ അല്ലേ? ആ, സനിത കറക്റ്റ് ആൻസർ. സെപ്റ്റംബർ കണ്ടിന്യൂസ് ആയിട്ട് പോണതാണ്. യെസ്, യെസ്. അടുത്തത്. റണ്ണിങ്, RUNNING, കോമ, സൈക്ലിംഗ്, കോമ, റോവിങ്, ROWING, റോവിങ്, കോമ, ഡാഷ്. സ്ലീപ്പിംഗ് അല്ല, സ്ലീപ്പിംഗ് അല്ല, സ്ലീപ്പിംഗ് അല്ല, സിറ്റിംഗ് അല്ല. യെസ്, ഷൈബ, ഷൈബ, രേവതി. യെസ്, രണ്ടുപേരുള്ളു അല്ലേ? നികിതയുണ്ട്. നികിത. ഷൈബ, ഷൈബ നേരത്തെ വന്നിട്ടില്ലല്ലോ. ഷൈബ, രേവതി, രേവതി ആൻഡ് നികിത. യെസ്, ഓക്കെ ഓക്കെ. ഓ, രേവതി. ഓക്കെ, റെഡി. അപ്പൊ ഇത് സ്വിമ്മിങ് ആണ് കറക്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം ടൈംഡ് സ്പോർട്സ് ഐറ്റംസ് ആണ്. ഇത്ര സമയത്തുള്ള ഫിനിഷ് ചെയ്യണം എന്ന് പറയല്ലേ? ടൈംഡ് സ്പോർട്സ് ഐറ്റംസ് ആണ് എല്ലാം. ഓട്ടം, സൈക്ലിംഗ്, റോവിംഗ്, തുഴച്ചില് ആൻഡ് സ്വിമ്മിങ്. യെസ്, അടുത്തത്. ആപ്പിൾ, കോമ, മാംഗോ, കോമ,
banana, comma, dash. Revati, Taragiri, Shani. Revati, Taragiri, and Shani. Shani നേരത്തെ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. Yes. Okay, Ramsey, is the right answer. The answer is strawberry. Correct. അടുത്തത് recorder, 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 comma, flute, 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 comma, trumpet, TRUMPT, trumpet, comma, dash. Recorder, flute, trumpet, dash. നിങ്ങൾ റീൽസ് ഒക്കെ നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ സാധനം. ഉത്തരം അത് വായിക്കുന്നത് റീൽസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം. കല്യാണത്തിന് അങ്ങനെയൊക്കെ വലിയ വലിയ ഫംഗ്ഷനിലൊക്കെ കാണാറുണ്ട്. സ്റ്റുഡിയോ അല്ലേ അത്? റിനി സ്പീക്കർ അല്ലേ രാംസി? യെസ്, ഞാൻ ഈ ക്ലൂ കൊടുത്തത് ആദ്യം ആരുടെയും വരാത്തതുണ്ട്. എല്ലാം വിൻഡ് ഇൻസ്ട്രുമെന്റ്, അതായത് ഊതണം. ദേവതി, ഞാൻ ഉദ്ദേശിച്ചതല്ല, അതൊക്കെ പരിഗണിക്കാം. കാറ്റിന്റെ വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ്. ഊതി കഴിയുമ്പോഴല്ലാത്ത സൗണ്ട് തന്നെ. സിത്താറ് ഇതിൻ്റെ അകത്ത് വരൂല. ദേവതിക്കാൻ മറ്റൊരു പരിഗണിക്കാം. സിത്താറിന് കൈ കൊണ്ടല്ലേ, ഊതുണ്ടല്ലോ. യെസ്, അപ്പോൾ ആരും വരാത്തതുകൊണ്ട് രേവതി നമ്മളൊന്ന് പരിഗണിച്ചു. സാരംഗി സിംഫണി അല്ല, രേവതിനെ പരിഗണിച്ചതല്ല. ഓക്കെ. സാക്സ്ഫോൺ കറക്റ്റ്ലി. ഒരു കുഴൽ പോലെ ഇരിക്കുന്ന സംഗതി, അറ്റങ്ങൾ വലുതായിട്ടിരിക്കുന്നത്. ഇടയ്ക്ക് റീൽസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. സാക്സ്ഫോൺ കേട്ടോ. എല്ലാം വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ്. അടുത്തത് നൈജീരിയ, കോമ, സാംബിയ, കോമ, കെനിയ, കോമ, ഡാഷ്. നൈജീരിയ, സാംബിയ, കെനിയ, ഡാഷ്. ഞാൻ സൗത്ത് ആഫ്രിക്ക പറഞ്ഞിട്ടുണ്ട്. യെസ്, അതെ, ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽപ്പെട്ട ഒരു സംഗതിയാണ്. എല്ലാം ആഫ്രിക്കൻ നേഷൻസ് ആണ്. സൗത്ത് ആഫ്രിക്ക മാറ്റി കോമൺ ആയിട്ടുള്ള പേരല്ലേ, രാജ്യത്തിന്റെ പേരായിട്ട് പറയാം. എല്ലാം സൗത്ത് ആഫ്രിക്കൻ നേഷൻസ്, അല്ല ആഫ്രിക്കൻ നേഷനാണ്. നൈജീരിയ, സാംബിയ, കെനിയ, സൈബീരിയ വരില്ലേ? ഞാൻ ഭൂമിശാസ്ത്രം എത്ര എക്സ്പെർട്ട് അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്റെ ഉത്തരം ഞാൻ പറയാം. യെസ്, സുഡാൻ. ഓക്കെ അച്ചു, കറക്റ്റ് ആൻസർ. ഓ, അച്ചു അവിടുന്ന് സംഘടിപ്പിച്ചെടുത്ത്. വെരി ഗുഡ്. അച്ചു സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. യെസ്, ഓക്കെ. ഞാനിങ്ങനെ സാറ് പറഞ്ഞെങ്കിൽ ആലോചിക്കുമായിരുന്നു. എനിക്ക് ഉത്തരം കിട്ടി. യെസ്, വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ചോദ്യത്തിൻ്റെത് അവസാനിപ്പിക്കുന്ന സമയമായി. ഓക്കെ, ഞാൻ എന്റെ പോയിന്റ് ഒന്ന് പറയാം. യെസ്, അപ്പൊ ഷൈബ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 1 പോയിന്റ് അല്ല, 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഷൈബക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്.
2 പ്രാവശ്യം എഴുതി പോയി കേട്ടോ. 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ജോസ്മിക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. രാംസിക്കും 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അച്ചുവിനും 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നികിതയ്ക്കും 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, 2 പോയിന്റ് കിട്ടിയ ഒരു മോശക്കാരല്ല, അവർ 4ാം സ്ഥാനത്തുണ്ട് കേട്ടോ. അപ്പൊ അത് 4ാം സ്ഥാനത്തുണ്ട്. താരാഗിരിക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3ാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ട്. 3 പോയിന്റ് ആൻഡ് 3ാം സ്ഥാനം. ശനിക്ക് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 2ാം സ്ഥാനവും കിട്ടിയിട്ടുണ്ട്. അപ്പൊ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും തമ്മിൽ 1 പോയിന്റ് വ്യത്യാസമുള്ളൂ കേട്ടോ. തരാം. ശനിക്ക് 4 പോയിന്റും 2ാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ട്. രേവതിക്ക് വ്യക്തമായ മാർജിനാണ്. 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 1ാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ട്. യെസ്, അപ്പോ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഞാൻ ഇന്നിപ്പോ ഇവിടെ ഒരു വീണ് കിട്ടിയ ക്ലാസ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ പോയത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രാമറും പറ്റിയ കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ വണക്കം. ഓക്കെ, സി. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay.